ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും നല്ല മാർക്ക് മേടിച്ച എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ആശംസകൾ. അതുപോലെ തന്നെ അത്രയേറെ മാർക്ക് ഇല്ലെന്നുണ്ടെങ്കിലും എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ആശംസകൾ. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലരും A+ മേടിക്കുന്നു പറഞ്ഞ് ഒരുപാട് പുകഴ്ത്തുന്നുണ്ടെങ്കിലും കുറച്ച് മാർക്ക് താഴ്ന്നു പോയതിൻ്റെ പേരിൽ ഒരുപാട് പേര് അവഗണന സഹിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. A+ മേടിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് എപ്പോഴും ഹൈ റീച്ചിൽ തന്നെ പഠിക്കുന്ന പിള്ളേരൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ വിചാരിച്ചിരുന്നു എല്ലാവർക്കും നല്ല ജോലി കിട്ടുമെന്നൊക്കെ കേട്ടോ. പക്ഷേ ഇന്ന് അവർ പലയിടത്തും ജോലി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇന്ന് ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ വർക്കേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് A+ മേടിക്കേണ്ടെന്നല്ല. അപ്പോൾ നമ്മൾ A+ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം ഈ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് പേരെ ഡിസ്പ്ലേ ചെയ്യുന്നതിനുപരി നമ്മുടെ ജീവിതത്തിലേക്ക് പോകുമ്പം ഈ A+ ഒന്നും അല്ല എന്ന് വരുന്ന ഒരു കാലഘട്ടം വരും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ A+നെക്കാട്ടിലൊക്കെ വലുത് നമ്മുടെ ചെയ്യുന്ന ജോലിയിലൂടെയാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ആ പൈസ കിട്ടുന്ന എഫോർട്ട് ഇല്ലാത്ത ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ദിവസം പോലും ജോലി ചെയ്യുന്നില്ല എന്ന് തോന്നിയ ഒരു ജോലി നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോഴാണ് നമ്മളൊക്കെ ശരിക്കും A+ നമ്മുടെ ജീവിതത്തിൽ മേടിക്കാൻ തുടങ്ങുന്നത്. അല്ലയോ? ചിന്തിച്ച് നോക്കിയേ, ഒരു ദിവസം പോലും നമ്മൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീല് ചെയ്യുന്ന ജോലി, നമ്മൾ കൊച്ചുനാളിൽ കളിക്കുന്നത് എങ്ങനെയാണോ ആ രീതി ഫീല് ചെയ്യുന്ന ഒരു ജോലി നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ ഇനി വരുന്ന 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിച്ച പിള്ളേരല്ലേ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിതം സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും വലുതായിട്ടുള്ള ഒരു ലഹരി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, എന്തൊരു പ്രശ്നങ്ങൾ തല വന്ന് കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്ട്രെയിൻ ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ ആ ജോലിയെ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതവും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നത്. ചിന്തിച്ച് നോക്കിയേ, ഏതൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഏറ്റവും പാഷനേറ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഒരിടത്ത് പോലും നമ്മൾ കറപ്ഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ സ്നേഹിക്കുക. ആ ജോലിയാണെങ്കിലും എന്തൊരു കാര്യമാണെന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വരുന്ന സമയത്താണ് നമ്മുടെ സമൂഹത്തിലോട്ട് ഒരു പ്രതിബദ്ധത നമുക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് തല്ലിപ്പടി. ഇന്ന് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു MBBSൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ലൈവ് വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രെയിൻ കൊടുത്ത് ഇവനെ പഠിപ്പിച്ച് അവനത് ഇഷ്ടമല്ല പഠിക്കാൻ. അപ്പം അവന് വേറെ എന്തൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം, ഇപ്പോൾ എഞ്ചിനീയറിനാവണ്ടവൻ എഞ്ചിനീയർ ആവാതെ ഡോക്ടർ പഠിച്ചു കഴിഞ്ഞാൽ, അല്ല ഡോക്ടർ ആവേണ്ടവന് മ്യൂസീഷ്യൻ ആയാലോ, മ്യൂസീഷ്യൻ ആവേണ്ടവന് ഡോക്ടർ ആയാലോ, ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു മനസ്സാണ് നമ്മുടെ എല്ലാം ശരീരത്തിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ എന്താണോ നമുക്കൊരു അവറേജ് നമുക്കൊരു ചിന്തിച്ച് തുടങ്ങുമ്പോൾ പറയാം നമുക്ക് എന്താണ് നമ്മൾ ഓക്കെ ആണ്. അങ്ങനെ ഓക്കെ ആവുന്ന ഒരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾ അതിൽ ചെയ്ത് നോക്ക്. ഒരു വർഷം നിങ്ങൾ എക്സ്പീരിയൻസ് എടുത്ത് നോക്കുമ്പോൾ പറയാം നിങ്ങൾക്ക് അത് ആപ്റ്റഡ് ആണോ. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷനിലോട്ട് നിങ്ങൾ മാറുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മൊത്തവും നിങ്ങൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് തീർക്കത്തുള്ളൂ. അപ്പോൾ ഈ പഠിപ്പെല്ലാം നമുക്ക് നാളെ നമ്മുടെ ഒരു നല്ല ജീവിത രീതികളിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു